ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടിയോട് പറയണേ, നീ എന്തായാലും ഇപ്പോൾ നിൻ്റെ കൂട്ടുകാരുമായി ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വരട്ടെ, ഞാൻ പറയാം. എന്തായാലും ആ സമയമായപ്പോൾ നിന്നോട് ഞാൻ പറയാമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മഞ്ചാടിയുടെ ഉള്ളിൽ ആകെ ആശങ്കയാണ്. ഈശ്വര, അച്ഛൻ എന്തെങ്കിലും മുള്ളും മലയും വെച്ചിട്ടാണോ സംസാരിച്ചത് എന്നൊരു തോന്നലാവണ്ട. അപ്പോൾ വനതിമ പറയുന്നുണ്ട്, അതെന്താ അവൾക്ക് പഞ്ചരത്നത്തിൽ ബർത്ത്ഡേ നടത്തുന്നില്ലെങ്കിൽ കൂട്ടുകാരുമായി ആ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള അനുമതി കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അത് കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും മാഷു പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ OPയിലോട്ട് രാഹുൽ ഡോക്ടർക്ക് ബുക്കിങ്ങിന് ചെന്നിരിക്കുകയാണ്. ടോക്കൺ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, ഡോക്ടറുടെ ടോക്കൺ വേണമെന്ന് പറയുന്നില്ല. അങ്ങനെ ആ ടോക്കൺ വാങ്ങിച്ച് അവരവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം സുശീല എന്ന സ്ത്രീയെ വിളിക്കാൻ പറയുമ്പോൾ ചെറിയൊരു പേടി രാഹുലിനുണ്ടെങ്കിലും കൂടിയിട്ട് സിസ്റ്റർ വന്ന് വിളിക്കുകയാണ്. ഇതേ സമയം സുശീല കടന്നു വരുന്നു കാണുമ്പോൾ രാഹുലൊന്ന് ഞെട്ടാണ്. എന്നിട്ട് രാഹുൽ സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീയെ എന്തിനും ഇങ്ങോട്ടേക്ക് കടത്തിവിട്ട്, അത് ഡോക്ടറുടെ പേഷ്യൻ്റാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രാഹുലയുടെ ഞെട്ടിപ്പോകണിട്ട്. എന്താ നിങ്ങൾക്ക് അസുഖം? എനിക്ക് യാതൊരുവിധ അസുഖവുമില്ല, നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട ഉടൻ തന്നെ രാഹുൽ പറയണം, ദേ നിങ്ങളൊന്ന് പോകുന്നുണ്ട്, അസുഖമുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖം പറയാം, അത് ഞാൻ നോക്കാം, അല്ലാതെ കണ്ട് വേറെയുള്ള പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഡോക്ടറെ, ഡോക്ടറോട് ചില സത്യങ്ങൾ എനിക്ക് വെട്ടിത്തുറന്ന് പറയാനുണ്ട്. അത് കേട്ട ഉടനെ രാഹുൽ പറയാണ്, ചില സത്യങ്ങൾ നിങ്ങൾ എന്നോട് വെട്ടിത്തുറന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് ഇന്ദു കൈവിട്ടു പോയത്, ഇന്ദു എൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോയത് നിങ്ങൾ ഒറ്റയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ, ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യമാണ് ഞാൻ ചെയ്തുള്ളൂ. എൻ്റെ മകനുമായി ഒരു വിവാഹം നടക്കാൻ ചെറിയൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. പക്ഷേ നിങ്ങളാണ് ഇന്ദുവിനെ എത്രമാത്രം സ്നേഹിക്കേണ്ടതെന്ന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞ സംശയത്തിൻ്റെ പിറകിൽ നിങ്ങൾ എന്തായാലും ഈ വിവാഹം വേണ്ടെന്നും വെക്കെന്നും ചെയ്യരുതായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ചെയ്തു, അത് എൻ്റെ തെറ്റല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടും വീണ്ടും നിങ്ങളുടെ കൈകളിലോട്ട് തന്നെ ഇന്ദു വന്നെത്തിയില്ലേ, എന്നിട്ടും നിങ്ങൾ അവിടെ എന്തിന് വലിച്ചെറിഞ്ഞു എന്ന് സുശീല ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ രാഹുൽ ഇങ്ങനെ പതറാണ്. എന്തായാലും കിട്ടിയ അവസരം മുതലെടുത്ത് ആ മന്ദാകിനി ഇനി എന്തായാലും അവളുടെ ചെറുക്കനെ കെട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇനി നിങ്ങളുമായി ഇന്ദുവിന് ഒരു വിവാഹം വേണ്ടെന്ന് ഇന്ദു വെച്ചിരിക്കുകയാണെന്ന് പറയട്ടോ. ഈ സമയം ഇത് കേൾക്കുമ്പോൾ രാഹുൽ ഷോക്കാവാണ്. കാരണം രാഹുലിൻ്റെ മനസ്സിൽ ഇന്ദുവുമായി ജീവിക്കാനുള്ള സച്ചിയുടെ പണത്തിന് വേണ്ടിയാണ് രാഹുൽ അത് ചെയ്യാനൊരുങ്ങുന്നത്. ഇതേ സമയം നിങ്ങളോട് ആരിത് പറഞ്ഞു, അവരുടെ അമ്മായി ഉണ്ടല്ലോ, അതായത് സച്ചിയുടെ പെങ്ങളെന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുണ്ടല്ലോ, അവർ എന്നോട് പറഞ്ഞതാണ് ഇനിയിപ്പോൾ അവനുമായി വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്, എൻ്റെ മകനുമായി വിവാഹം നടത്താനുള്ള തീരുമാനമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടോ. എന്നാലും എൻ്റെ ഡോക്ടർക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഡോക്ടർ എന്തിനു എന്നെ ചതിച്ചത്? ഡോക്ടറോട് ചില സത്യങ്ങൾ ഞാൻ നേരിട്ട് വെളിപ്പെടുത്തി എന്നുള്ളത് സത്യം തന്നെയാണ്, അത് സത്യം തന്നെയായിരുന്നു. പക്ഷേ ഡോക്ടർ അത് വിശ്വസിച്ചില്ല. ഡോക്ടർ എന്തിനു എന്നെ ചതിച്ചു എന്നിങ്ങനെ സുശീല ചോദിക്കുമ്പോൾ, അതിന് ഞാൻ നിങ്ങളെ ചതിച്ചില്ലല്ലോ, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് നിങ്ങളെ ചതിച്ചത്. എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ, അതെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ. ഇതിന് മെയിനായിട്ട് എൻ്റെ ഒപ്പം നിന്നത് സുധനങ്ങളാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സുശീല, എന്ത് സുധനോ? വെറുതെ കള്ളം പറയരുത് രാഹുൽ. അല്ല, ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ച് പിന്തിരിഞ്ഞു പോയ ആളാണ്. പക്ഷേ എന്നെ ഈ ഒരു വിവാഹത്തിലോട്ട് അനുനയിപ്പിച്ച് കൊണ്ടുവന്നത് സുധനും രവിയുമാണ് എന്ന് പറയട്ടോ. ദേ ഡോക്ടറെ, കള്ളങ്ങൾ പറഞ്ഞ് എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തരുത് എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ എന്തിന് കള്ളം പറയണം? ഞാൻ ഈ വിവാഹം സുശീലാൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ച് പോയതാണ്. പക്ഷേ പിന്നീട് എൻ്റെ മുന്നിലോട്ട് വന്നത് നിങ്ങളെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് സുധനും ഈ പറയുന്ന രവിയുമാണ് വന്നത്. സുധൻ്റെ മകളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നൊക്കെ സുധനോട് വാക്ക് പറഞ്ഞ് പിന്നീട് അവസാന നിമിഷം അവരെ കാറ്റിൽ പറത്തിയപ്പോൾ അവർക്ക് നിങ്ങളോടുണ്ടായ പ്രതികാരമാണ് ഞാൻ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനുള്ള ആ സാഹചര്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ സുശീല ആകെ തകർന്നു പോവാണ് കേട്ടോ. എൻ്റെ ഒപ്പം നിന്നിട്ട് എന്നെ ചതിച്ച അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി അനുപമയുടെ ജീവിതം പോലെ തന്നെ സത്യൻ്റെ ജീവിതത്തിൽ അവൾ വേണ്ടെന്ന തീരുമാനം സുശീല എടുത്തു തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സുശീല പറയുന്നുണ്ട്, വീണ്ടും ചോദിക്കുന്നത്, നീ പറയുന്നത് സത്യമാണ്? വേണമെങ്കിൽ നിങ്ങളുടെ ആളുകളോട് പോയി തന്നെ ചോദിച്ചു നോക്ക്, ഈ പറയുന്ന ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് സുധൻ എൻ്റെ ഒപ്പം നിന്നിട്ടില്ലേ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അവർ പറഞ്ഞത് പ്രകാരം വീണ്ടും ഞാൻ ഇന്ദുവിനെ കഴുത്തിൽ താലി കെട്ടിയത്, അല്ലെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്താണ് കേട്ടോ.
അങ്ങനെ സുശീല അവിടുന്ന് നേരെ പോകുന്നത് സുധൻ്റെ അടുത്തോട്ടാണ്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, സുധനോട് ചോദിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആ തീരുമാനവുമായി സുധൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ഈ സമയമാണെങ്കിലോ അമ്പിളിയും രഘുവും കൂടി ദാസിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്പിളിയുടെ മുഖമൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. രഘു ആണെങ്കിലും മൗനത്തിലാണ്. ഇത് കാണുന്ന ദാസ് ചോദിക്കുക, എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, എന്താ നിങ്ങൾ വീണ്ടും വഴക്കിട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രഘു ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. ഇതേ സമയം അമ്പിളിയും മിണ്ടുന്നില്ല. എന്താ അമ്പിളി, എന്താണെങ്കിലും കാര്യം വെട്ടിത്തുറന്ന് പറ. അതെ, ഉള്ളതുപോലെ പറയാലോ. ഇനി അച്ഛൻ്റെ സേവനം ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് എന്തായാലും നടക്കാൻ പറ്റില്ല. ഇതെന്താ രഘു അമ്പിളി ഈ പറയുന്നത്, അവളെ അച്ഛനെ കുറിച്ച്? അത് കേട്ടിട്ട് രഘു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഉടൻ തന്നെ അമ്പിളി പറയാം, ഞാൻ പറയാം, അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴവിടെ ഒരു പണി നടന്നു, അവിടെ തെങ്ങ് വീഴുകയും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. എന്നാൽ അച്ഛൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു നയ പൈസ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നില്ല. ഇത് രഘുവേട്ടൻ സമ്പാദിക്കുന്ന മുഴുവൻ കുടുംബത്തിന് വേണ്ടി മറിക്കുകയും എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും അച്ഛൻ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വേറെ വീടെടുത്ത് താമസിക്കാൻ തയ്യാറായിരിക്കുകയാണ്. എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ അച്ഛനും മറ്റുള്ളവർക്കും ഒന്നും എന്നെ വിലയില്ല. എന്താ അമ്പിളി ഇനി ഇങ്ങനെയൊക്കെ പറയുന്നത്? അണ്ണൻ അങ്ങനെ ഒരിക്കലും അണ്ണൻ്റെ മക്കളെ വേർതിരിച്ച് കാണില്ല. അതൊക്കെ ആയിരിക്കാം, അച്ഛൻ കാണുന്നില്ലായിരിക്കാം. പക്ഷെ അച്ഛന് ഞങ്ങളുടെ മനോവിഷമം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിന് വേണ്ടി രഘുവേട്ടൻ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇന്നേ വരെ രഘുവേട്ടനും എനിക്കും മോൾക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? അത് കേൾക്കുന്ന ദാസ് പറയുന്നത്, 25 ലക്ഷം രൂപ അന്ന് രഘുവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, കടം വീട്ടാൻ വേണ്ടിയല്ലേ അമ്പിളി ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അണ്ണൻ ഇറക്കിയത് നീ മറന്നോ? അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങളുടെ വീട്, ആ കുടുംബത്തിന് വേണ്ടി വീട് പണയം വെച്ചതും വീട് വിറ്റതൊക്കെ ദാസങ്ങൾ ഓർക്കുന്നോ? അതൊക്കെ ദാസങ്ങൾ മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദാസന് ആകെ സങ്കടമാവണിട്ട. കാരണം അണ്ണന് ഒരു മകൾ കഴിഞ്ഞാൽ ഒരു മകൾക്ക് പ്രശ്നമാണല്ലോ എന്ന ആ നിരാശബോധം വരാണ്. ഇതേ സമയം ദാസ് പറയുന്നുണ്ട്, രഘു നീ അമ്പിളിയുടെ വാക്ക് കേട്ടിട്ട് അണ്ണനോട് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ പോയാൽ തീർച്ചയായും അണ്ണൻ അതിന് വിഷമമാവും എന്നൊക്കെ പറയുമ്പോൾ രഘു പറയണേ, ഇവൾ പറയുന്നതിന് കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും അമ്മാവൻ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ മാത്രം അമ്മാവൻ ഒരു കണ്ടറിയലും ഇല്ല. എല്ലാം അമ്മാവൻ എന്നെ ഏൽപ്പിക്കുന്നു. പക്ഷെ അതൊക്കെ സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറുമാണ്. പക്ഷെ ചില കാര്യങ്ങൾ അമ്മാവൻ കണ്ടിൽ നിന്ന് അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്ന് രഘുവിൻ്റെ വായിൽ നിന്നങ്ങ് വീഴുമ്പോൾ ശരിക്കും ദാസിനും ഷോക്കാവണം കേട്ടോ. അങ്ങനെ ദാസ് പറയാണ്, ഞാൻ എന്തായാലും മാഷുമായി സംസാരിച്ചോളാം, അണ്ണനുമായി സംസാരിച്ചോളാം, അണ്ണനുമായി സംസാരിച്ചിട്ട് ഞാനൊരു വിവരം അറിയിക്കാമെന്ന് പറയുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലും ദാസിൻ്റെ അടുത്തോട്ട് തന്നെ മാഷ് വരുന്നത്. അപ്പോൾ മാഷ് ഇങ്ങനെ വരുമ്പോൾ ദാസിൻ്റെ മുഖമൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇവിടെ മഞ്ചാടിയുടെ പ്രശ്നത്തിലാണ് ദാസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ മാഷ് വരുന്നത് കേട്ടോ. എന്താ അണ്ണൻ്റെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. അല്ല, മഞ്ചാടി മോളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്തായാലും ചില തീരുമാനങ്ങൾ എനിക്ക് എടുക്കാനുണ്ട്. അതുകൊണ്ട് അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പഞ്ചരത്നത്തിൽ വെച്ച് നടത്തണമെന്നുണ്ട്. പക്ഷേ ചീരുവിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അതിനെന്താ, ചീരു 2-3 ദിവസം കഴിഞ്ഞ് ചീരുവിൻ്റെ വേദനക്കേക്ക് കുറവുണ്ടാകും. പിന്നീട് നമുക്ക് ചീരുവിനെ പഞ്ചരത്നത്തിലോട്ട് കൊണ്ടുപോകാം, അവിടെയാവാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് പറയാണ്, അണ്ണ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, വേറൊരു കാര്യം പറയാനാണ് ഞാൻ അണ്ണൻ്റെ മുന്നിലോട്ട് വന്നത്. എന്താ, രഘുവും അമ്പിളിയും ഇവിടെ വന്നിരുന്നു, അവരിങ്ങോട്ടേക്ക് വന്നിരുന്നു, എന്നാൽ എൻ്റെ അടുത്തോട്ട് എത്തിയില്ലല്ലോ. അവർ ചില പരാതികൾ പറഞ്ഞിട്ടാണ് വന്നത്. ഇനി കുടുംബം നോക്കി അവർ നിൽക്കുന്നില്ലെന്നോ, അവർ വേറെ വീടെടുത്ത് താമസിക്കുന്നെന്നോ അങ്ങനെ എന്തോ അവർ പറഞ്ഞു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന എന്ത്, അമ്പിളി അങ്ങനെ പറഞ്ഞു, രഘു അങ്ങനെ പറഞ്ഞു? അതെ, അവരിനി വേറെ വീടെടുത്ത് താമസിക്കുകയാണെന്നാ അങ്ങനെ എന്തോ അവർ പറഞ്ഞു, എനിക്കൊന്നും വ്യക്തമായി അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും മാഷിൻ്റെ നെഞ്ചിൽ തട്ടണം കേട്ടോ. മാഷിന് ഭയങ്കര സങ്കടമാവുകയാണ്. രഘു തൻ്റെ ഒപ്പം പോകുമ്പോൾ തനിക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സങ്കടമാവുമെന്ന് മാഷിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, തൻ്റെ അടുത്തും ഒരു തെറ്റ് പറ്റിയോ എന്നൊരു തോന്നൽ മാഷിനും തോന്നി തുടങ്ങാനിട്ടാ. അങ്ങനെ മാഷ് നേരെ പോകുന്നത് പഞ്ചരത്നത്തിലോട്ടാണ്. പഞ്ചരത്നത്തിലെത്തിയ മാഷ് പിന്നീട് അവിടെ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ സാവിത്രി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. സരോജിനി എന്താ ഇന്ന് അമ്പിളിയും രഘു അങ്ങോട്ടേക്ക് വരുമെന്ന് നീ എന്നെ അറിയിച്ചില്ലല്ലോ. അത് പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും
വഴക്കുണ്ടായോ? അതെ, ആ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പണിക്ക് വിളിച്ചവർക്ക് പൈസ കൊടുക്കാൻ രഘുവിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ ചൊല്ലി അമ്പിളിയും രഘുവും വഴക്കിടുകയും അതിനെ ചൊല്ലി അമ്പിളിയെ രഘു അടിക്കുകയും ഒന്നോ രണ്ടോ പറയുകയൊക്കെ ചെയ്തു. ഇനി അവർ വേറെ വീടെടുത്ത് താമസിക്കുകയാണെന്ന ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രഘുവേട്ടന് മോളുടെയും അമ്പിളുടെയും കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ലെന്ന എന്തൊക്കെയാണ് അമ്പിളി പറയുന്നത് കേട്ടു. ഞാനിത് പറഞ്ഞതായി പറയരുത് എന്നിങ്ങനെ പറയുമ്പോൾ ശരിക്കും മാഷ് ചിന്തിച്ച് പോകണിട്ട്, ഈശ്വര ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എൻ്റെ കുഞ്ഞ് ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ കൈകളിൽ ക്യാഷ് വെച്ച് കൊടുക്കണം എന്നുള്ള ഓർമ്മ എന്നിലുണ്ടായില്ല. കാരണം ചീരുവിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം ഞാൻ അത് ഓർത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് മാഷിനോട് തന്നെ കുറ്റബോധം തോന്നുന്നു. വേണ്ട സമയത്ത് രഘുവിനോടും അമ്പിളിയോടും താൻ വേണ്ടത് ചെയ്യുന്നില്ലല്ലോ എന്ന ആ കുറ്റബോധം മാഷിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങുകയാണ് കേട്ടോ.